8 മണിയോടുകൂടി ഹരിയാനയിലും ജമ്മു കാശ്മീരിലും വോട്ടെണ്ണൽ ആരംഭിക്കും. ഹരിയാന BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം 10 വർഷം മുമ്പാണ് BJP ഹരിയാനയിൽ അധികാരത്തിൽ വന്നത്. തുടർച്ചയായി 10 വർഷം ഭരിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമുണ്ട്. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ 4 ചേരികളായി തിരിഞ്ഞാണ് മത്സരിക്കുന്നത്. മതേതര വോട്ടുകളിൽ ഭിന്നിപ്പുണ്ട്. എങ്കിൽ പോലും അവിടെ BJP തകർന്ന് തരിപ്പണമാവും എന്ന രീതിയിലുള്ള ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം തന്നെ വന്നു കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ നേരത്തെ സംസ്ഥാനമായിരുന്നു. മോദി സർക്കാർ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അവകാശങ്ങളെല്ലാം പിൻവലിച്ചു. ജമ്മു കാശ്മീർ ഇന്നൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഇവിടെയും ശക്തമായ മത്സരങ്ങൾ നടക്കുന്നു. അവിടെ നാഷണൽ കോൺഫറൻസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് ഒരു നേരിയ മേൽക്കൈ ഉണ്ട് എന്ന രീതിയിലാണ് പല എക്സിറ്റ് പോൾ പ്രവചനങ്ങളും വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് പോകാം. ആദ്യം ദില്ലിയിൽ നിന്ന് വിഷ്ണു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? രാജേന്ദ്രൻ, വോട്ടെണ്ണലിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ജമ്മു കാശ്മീരിലും ഹരിയാനയിലും പൂർത്തിയായി കഴിഞ്ഞു. 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. ഇനി അധികം സമയമില്ല. 1 മണിക്കൂറിനടുത്ത് മാത്രമാണ് ഹരിയാന, ജമ്മു കാശ്മീർ ഈ 2 സംസ്ഥാനങ്ങളിലെയും നിർണായകമായ വോട്ടെടുപ്പിന് സമയം ബാക്കിയുള്ളത്. പ്രത്യേകിച്ച് ഹരിയാനയുടെ കാര്യമായാലും ജമ്മു കാശ്മീരിൻ്റെ കാര്യമായാലും വളരെ നിർണായകമാണ് ഇത്തവണത്തെ വോട്ടെണ്ണൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഹരിയാനയെ സംബന്ധിച്ച് കഴിഞ്ഞ 2 വർഷത്തെ തുടർഭരണത്തിന് ശേഷം BJPക്ക് ഭരണം ലഭിക്കുമോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എന്നുള്ള വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് പോയ സാഹചര്യത്തിൽ വലിയ തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അത് നിരവധി വിഷയങ്ങൾ BJP സർക്കാരിനെതിരെ നിലനിന്നിരുന്നു. കർഷക പ്രക്ഷോഭം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങൾ മറുഭാഗത്ത്, അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് അഗ്നിവീർ പദ്ധതി ഉൾപ്പെടെയുള്ളവയിലെ പ്രതിഷേധം, യുവാക്കളുടെ പ്രതിഷേധം. അപ്പോൾ ഇത്തരത്തിൽ വലിയ തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് ഹരിയാനയിൽ BJPക്ക് നേരിടേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജാട്ട് വോട്ടുകൾ സംബന്ധിച്ചാണ്. ഇത്തവണ ഹരിയാനയിൽ ജാട്ട് വോട്ടുകൾ BJPക്ക് ഒപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജാട്ട് ഇതര വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണമായിരുന്നു അവസാന നിമിഷം വരെ BJP ഹരിയാനയിൽ നടത്തിയത്. പക്ഷേ ഇത്തരത്തിൽ വലിയ പ്രചരണമൊക്കെ നടത്തിയെങ്കിൽ പോലും നിലവിൽ പുറത്തു വന്നിട്ടുള്ള എല്ലാ എക്സിറ്റ് പോളുകളും ഹരിയാനയിൽ ഒരു കോൺഗ്രസിന് കംപ്ലീറ്റ് സ്വീപ്പ് പറയുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അതോടൊപ്പമാണ് കാശ്മീരിൻ്റെ കാര്യം നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ എടുത്തു പറയണം. കാരണം കാശ്മീരിനെ സംബന്ധിച്ച് 10 വർഷത്തിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയതാണ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാശ്മീരിൻ്റെ പ്രത്യേക പദവി ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് ജമ്മു കാശ്മീരിൽ നടന്നത്. അപ്പോൾ ഇതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം എന്താണ് എന്നതിലടക്കമുള്ള ഒരു ജനവിധി തന്നെയാകും ഇന്ന് വരിക എന്നതാണ് വിലയിരുത്തലുകൾ.